So in the last class, what did we learn? Before that, let me take your attendance, please. Christy Sinto, Devanchana, Ebin, Biju, Adidev, Muhammad Nihal, Seba, Kripa Mary, Alna Agustin, Sinan, Muhammad Shamvir, Suridev, Aaron K. Ajit, Suridev Krishna, and Rose Prince. Anybody else? Please raise the hand if I didn't call anyone's name. Okay. So do you remember what we learned in the last class, my dears? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരൊക്കെ എഴുതി കളർ കൊടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ടോ? Yes, miss. Yes. Yes. Yes, miss. Yes, okay. Wait a minute, അത് ഇതിനകത്ത് സേവ് ചെയ്തായിരുന്നോ നോക്കട്ടെ. I didn't save it, I think. Anyway. Okay, leave it. That portion we have been completed, isn't it? നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ് തീർത്തായിരുന്നു അല്ലേ? നിങ്ങളുടെ എല്ലാം പേര് എഴുതി കളർ ചെയ്തു സൈസ് വലുതാക്കി. Do you remember all that? Yes, miss. Yes, okay. So formatting font is over. Creating a new document. Now, how to make a new document? How to make is ഒരു പുതിയ ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. To save what you have to follow the steps below. Now, before that, വരയ്ക്കരുത് കേട്ടോ. ഉള്ള കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ആൻഡ്രോസ് വരയ്ക്കരുതെന്ന് പറഞ്ഞപ്പോഴേ വരച്ചു കഴിഞ്ഞു. ഇത് തന്നെ നിങ്ങളുടെ രോഗം. സ്ക്രീൻ അങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വരയ്ക്കൽ തുടങ്ങും. ഒരു പേപ്പറും പേന എടുത്തിട്ട് ബുക്കേ വരച്ചേ. എത്ര തവണ പറഞ്ഞാലും ഇത് തന്നെ. ഇപ്പൊ എന്താ പറയുക, നിങ്ങൾ ആരാ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ പേര് ഇവിടെ തെളിഞ്ഞു വരും. കള്ളത്തിന് അന്നേരം പിടിക്കും. ആൻഡ്രോസ് വരച്ചില്ലേ? ആൻഡ്രോസേ ഓക്കെ. Now see, this is word. ഈ വേർഡില് നമ്മളിപ്പോ ടൈപ്പ് ചെയ്യാനും പിന്നെ നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നായിരുന്നോ? ഇല്ല. ഓക്കെ, ഐ വിൽ സീ. പോണോ? നമ്മുടെ ആദ്യമൊക്കെ പേര് ക്രിസ്റ്റി സിൻഡോ. Christy Sindo. Second person is Suridev. Third one is Andros. Next one is Seba. Next one is Devanchana. Next one is Nihal.
Next one is Shamveer. Next one is Devapriya. ഇനി ഓരോരുത്തർ പേര് വേമേം പറഞ്ഞേ. എനിക്ക് ഇത്രയും പേര് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ളൂ. അൽന. അൽന അഗസ്റ്റിൻ. ഓക്കെ, അൽന. അടുത്തയാള് പേര് പറഞ്ഞേ. ആദിദേവ്. ഓക്കെ, ആദിദേവ്. നെക്സ്റ്റ് വൺ ശ്രീദേവ് കൃഷ്ണ. ശ്രീദേവ് കൃഷ്ണ. ശ്രീദേവ് കൃഷ്ണ. സിനാൻ അല്ലേ? സിനാന്റെ പേര് എഴുതിയില്ലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, സിനാൻ. കൃപ. വരച്ച ആരോൺ. ഞാൻ നിന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും കേട്ടോ ആരോണെ. വരക്കരുതെന്ന് ഇത്ര പറഞ്ഞിട്ട് ചെവി കേൾക്കൂലേ? ആ, ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട പിന്നെ ഈ ക്ലാസ്സിൽ എന്റെ ഒരു ക്ലാസ്സിൽ പോലും ഞാൻ കേട്ടില്ല പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ. അത്ര വരയ്ക്കാൻ വിട്ടിരിക്കുന്ന ഒരു പേപ്പർ എടുത്തിട്ട് വരച്ചോളുക. ഡോണ്ട് ഡ്രോ ഓൺ ദ സ്ക്രീന്. എന്താ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തീരെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല? അടുത്ത ആളാരാ? കൃപ അല്ലേ? നെക്സ്റ്റ് വൺ. ഇനി അതേ പേര് ഇതാണല്ലേ? കൃപയുടെ KRU ആണ് അല്ലേ? ഓക്കെ, സാരമില്ല, കൃപ എന്നിട്ടോളാം. കൃപ. ആ, ഞാൻ തിരുത്തിയിട്ടുണ്ട് കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അടുത്തയാള് വേഗം പറ. ഇനി ബാക്കി ആരാ ബാക്കി എടുക്കുന്നേ? പറഞ്ഞു. ക്രിസ്റ്റി, സിൻഡോ, സൂര്യദേവ്, ആൻഡ്രോസ്, സെബ, ദേവാഞ്ജന, നിഹാല്, ഷംവീല, ദേവപ്രിയ, അൽന, ആദിദേവ്, ശ്രീദേവ് കൃഷ്ണ, സിനാൻ, കൃപ. പിന്നെ ആരാ? നമ്മുടെ ആരോണ്. ക്ലാസ്സിൽ നിന്ന് പോയോ? ഇതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട്. അടുത്തയാൾ ആരാണ്? ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ? പേര് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ മക്കളെ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ടീച്ചർ ഇല്ല. ഓക്കെ, ഞാന് ഇത് സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? സെലക്ട് ചെയ്യുന്നു. സൈസ് ലിറ്റിൽ മോർ. ഇഫ് യു വാണ്ട് ടു മേക്ക് ഇറ്റ് ബിഗ്, ഐ വിൽ ടേക്ക്. It is in 11, number 11. Font size is 11. For 12, this much will be 14. 18 will be better, I think. 18 ആകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കാണൂല അല്ലേ സ്ക്രീനില്? 18 കൊടുത്തു. Then font size ഞാൻ എല്ലാവരും ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ബിക്കോസ് there is no time. Much time is not there. Okay. Better. നല്ലൊരു മോഡൽ എടുക്കാം. യെസ്, ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതെടുത്തു. ഇനി ഒരു കളറും കൂടെ കൊടുക്കാം. ഫുൾ ഐ വിൽ ഗീവ് ഇൻ which color? Red color will I'll give. അപ്പൊ കുറച്ചുകൂടെ അട്രാക്റ്റീവ് അല്ലേ റെഡ് കളർ? ഓക്കെ, ഐ ഗേവ് റെഡ് കളർ. this much I did. See, എല്ലാവരും ഒരു കളർ തന്നെ കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ടൈം I didn't give separate name colors. Okay. Then how to save it? Okay. How to save it? എങ്ങനെ സേവ് ചെയ്യണ്ടേ? ഹിയർ ഫയൽ വൺ ഓപ്ഷൻ ഇസ് ദേർ. സി, ഇവിടെ നമ്മുടെ ഫയലിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. ഹിയർ സേവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Can you see? Go and click here. Here, since our computer, our desktop ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു ഡോട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഓക്കെ, ഹിയർ ഈ സൈഡില് ഫയൽ ഉണ്ട്. Go and click on file. ഓക്കെ, ക്ലിക്ക് ഓൺ ഫയല്. ദെൻ ആ ഫയല് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറെ ഓപ്ഷൻ വരും. ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ലൈക്ക് ദാറ്റ് വേ.
And some are having sub options also. If save as കൊടുത്തു കഴിഞ്ഞാൽ Word document, Word templates അങ്ങനെ കുറേ sub options ഉണ്ട്. Then പ്രിന്റിലാണെങ്കിൽ തന്നെ ഉണ്ട് പ്രിന്റ്, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ, ലൈക്ക് ദാറ്റ് വേ, പ്രിപ്പയർ, സെൻഡ്, ഇതിനൊക്കെ എങ്ങനെയുണ്ട്. So we will click on document. So we will click on document. അപ്പം നമ്മൾ Kriba, please look here my dear. When we click on document, they will ask name. In what name our document should be saved. You might have saved the numbers in mobile phones, isn't it? Have you ever saved names or numbers of any of your friends or relatives in your phone? നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പേരുകൾ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കാറുണ്ടോ? ഫോൺ നമ്പേഴ്സ്, ഫോൺ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സേവ് ചെയ്യുന്ന സമയത്ത് they will ask one name. പേര് ചോദിക്കും, എന്ത് പേരിലാണ്. അപ്പോൾ സപ്പോസ് എൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ സേവ് ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? നെയിം ചോദിക്കും. ലൈക്ക് ദ സെയിം വേ ഇൻ കമ്പ്യൂട്ടർ ഓൾസോ വെൻ വി സേവ് എ ഫയൽ ഓർ ഡോക്യുമെന്റ് ദേ വിൽ ആസ്ക് ദ നെയിം. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്. ബട്ട് എന്തിനാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? ടു യൂസ് ഫോർ ദ നെക്സ്റ്റ് ഫോർ ദ ഫർദർ പർപ്പസ്. അതായത് പിന്നീടുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവ് ചെയ്യുന്നത് അല്ലേ. സോ നമ്മൾ ഒരു ഇത് അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കണമെങ്കിൽ പേരറിയാമെങ്കിലല്ലേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ഗീവ് എ നെയിം. ഇവിടെ ഫയൽ നെയിം ഈസ് സിൻസ് ഐ ഹാവ് റിട്ടൺ ക്രിസ്റ്റീസ് നെയിം ഫസ്റ്റ്, നെയിം ഈസ് റിട്ടൺ ക്രിസ്റ്റീസ് ഇൻഡോ ഡോക്യുമെന്റ്. But if I don't want to save that file or document in that name, I'll give another name. So file name they have asked, so I'll give it true. Oh, you are in 4th standard, okay. I'll give 4th standard. Okay, so 4th standard. Now now I have typed your name and colored. I have changed the font size, font and all everything, and that I am going to save it. So 4th standard. Then after writing the name, if I don't want that name, I can give any other name. ഇപ്പം പേര് മാറ്റണം എന്നൊരിക്കലും ഇപ്പം വേണ്ട, ആ പേരല്ല വേറെ ഏതെങ്കിലും പേരാണ് വേണ്ടതെങ്കിൽ I can change it. Now anyway I have given 4th standard. Here one option is there, save. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സേവ് എന്നുള്ള. ക്ലിക്ക് ഇറ്റ്. സോ documents name has been changed. So name has given here. See, I don't know whether you can see or not. ഇവിടെ ഉണ്ടായിരുന്ന പേര് അൺനെയിംഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഡോക്യുമെന്റിന് ഇവിടെ 4th സ്റ്റാൻഡേർഡിന് നെയിം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് സേവ്ഡ് ആണ്. ഇനി in the next class, I think next Tuesday you have, no? Okay, in next class okay, Tuesday നമുക്ക് ഈ ക്ലാസ് ഉള്ള സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഇനി ഈ വർഷത്തിന്റെ അവസാനമോ നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഇഫ് യു വാണ്ട് ടു ഓപ്പൺ ദാറ്റ്, വാണ്ട് ടു സീ ഹൗ വി ഹാവ് ടൈപ്ഡ് ഓർ ഹൗ മെനി സ്റ്റുഡൻസ് വെർ ദർ ഓൺ ദാറ്റ്, നമ്മൾ ടൈപ്പ് ചെയ്ത ഡാറ്റ എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഈ 4th സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്താൽ കിട്ടും. മനസ്സിലായല്ലോ? ഓക്കെ, സി നൗ ഇതിന്റെ പേരെന്താണ്? 4th സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ്. ഐ വിൽ ക്ലോസ് ദാറ്റ്. Okay, ഇനി ഇപ്പൊ മനസ്സിലായോ how to save? First we have to type whatever we want to be as a data. നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ഫസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി after that what we have to do, we have to go to the file, then click there, then some options will be opened there. അവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. ഓപ്ഷൻസ് വന്നു കഴിയുമ്പോൾ ക്ലിക്ക് there, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏതാണ്? സേവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഒരു പേര് ചോദിക്കും. You can give any name whatever we want. നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് വേണമെങ്കിൽ ഒരു നമ്പർ 1 അല്ലെ 4 അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്പർ വി ക്യാൻ ടൈപ്പ്. അതർവൈസ് ഇഫ് യു വാണ്ട് വി ക്യാൻ ടൈപ്പ് എനി നെയിം. ഓക്കെ, അതിനുശേഷം ഓക്കെയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ വേർഡ് ഒന്നും കൂടെ തുറന്നു നോക്കണം എന്ന് വെച്ചോ. ഐ വിൽ ക്ലിക്ക് ഓൺ വേർഡ്. സിൻസ് ഇറ്റ് ഈസ് ഓൾറെഡി ദർ, ഞാനത് ഒന്ന് ക്ലോസ് ചെയ്തേ. ഇനി ഞാൻ വേർഡ് എന്നുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു.
അതാണോ പോയ? ഓക്കെ, നൗ സീ പ്ലീസ്. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്തു, മൊത്തം നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം ക്ലോസ് ചെയ്തേ. കാണുന്നില്ല. നൗ യു ക്യാൻ സീ നോ. ഇപ്പം കാണുന്നുണ്ടോ? ഓക്കെ. നൗ ഈസ് ദർ എനിത്തിങ് റിട്ടൺ ഓൺ ദി സ്ക്രീൻ? എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ്. So to take our document, saved document, that fourth standard, we will go to file. Here or another option is there, open. ഇനി ഇവിടെ സേവ് അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, സേവ് ചെയ്യാൻ വേണ്ടി മാത്രം. So here on option open, I will click there option. Then we can write the name here. What was our document's name? Fourth standard. Already ഞാൻ ഇവിടെ ഫോർത്ത് അടിച്ചപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു വന്നു. ഹിയർ ഓപ്ഷൻ ഈസ് ദർ, ഓപ്പൺ. വീണ്ടും ഒരു ഓപ്പൺ ഉണ്ട്, ഓപ്പണിൽ ക്ലിക്ക് ചെയ്തു, അത് വന്നു. അത് പോയാ? എവിടെയും അറിയാതെ ക്ലിക്ക് ചെയ്തു പോയി, സോറി. It has been opened. ഓക്കെ, ഇപ്പൊ നമ്മൾ സേവ് ചെയ്ത് മൊത്തം ക്ലോസ് ചെയ്ത് എന്നിട്ട് ഇപ്പൊ അവിടെ സേവ് ചെയ്ത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർമ്മിക്കണം അതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓക്കെ, വിൽ യു റിമൈൻഡ് മീ? ഓർമ്മിപ്പിക്കണേ. ഓക്കെ, ഗുഡ്. യെസ്. സോ ഇവിടെ നമുക്ക് സേവിങ് നെറ്റ് പാർട്ട് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നുണ്ടോ? ഇതേ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ഞാൻ കോമൺ ആയിട്ട് എല്ലാ കുട്ടികളോടും കൂടെ പറയാണ്. നിങ്ങൾക്ക് ഒരു ടീച്ചർ, ഏത് ടീച്ചറാണ് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നത്, നിങ്ങളെ എന്തെങ്കിലും വീഡിയോ കാണിക്കാനോ അല്ലെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്, കാണിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇനി വരയ്ക്കാൻ പാടില്ല. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന പാടെ സ്ക്രീനിൽ വരച്ച് നിങ്ങളുടെ മിടുക്ക് കാണിക്കണ്ട. ബിക്കോസ് Zoom application has been updated and the name of the one who draws will be written on the computer. അതുകൊണ്ട് ഇനി ആരും ആ കളി എടുക്കരുത് കേട്ടോ. ഇത്രയും നാള് നിങ്ങൾ വരയ്ക്കുമ്പോൾ ആരാ വരച്ചെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അതില്ല. ഇപ്പൊ നിങ്ങളുടെ പേരടക്കം ഇങ്ങോട്ട് വരുന്നത്, വരച്ച ചിത്രത്തിൽ നിങ്ങളുടെ വരയോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ വരും. അതുകൊണ്ട് ഇനി ആരും ആ പണിക്ക് നിൽക്കില്ല കേട്ടോ. ഈ ഫോർത്തിലൊക്കെ എത്തിയിട്ട് ഇത്രയും തവണ, ഇപ്പൊ എത്ര മാസമായി നമുക്ക് ക്ലാസ് തുടങ്ങിയിട്ട്? ഹൗ മെനി ടൈംസ് വി ഹാവ് ടോൾഡ്? സ്റ്റിൽ യു പീപ്പിൾ ആർ നോട്ട് ഒബേയിങ്. മീൻസ് വാട്ട് ടൈപ്പ് ഓഫ് ചിൽഡ്രൻ ആർ യു? ഓക്കെ, LKG മക്കളാണ്, കുഞ്ഞുങ്ങളല്ല, അവർക്ക് അത്രയേ ഉള്ളൂ. അവര് കളിക്കുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ബട്ട് യു ഫിനിഷ്ഡ് യുവർ LKG, UKG, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, and now we are in fourth. Still you people are disobeying. Means, and this is not the first time we teachers are telling. In every time when we share the class, this same thing is going on. So never should repeat it, okay? Because now we can identify the person. Technology has been improved, okay, updated. അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ വഴക്കുണ്ടാക്കിക്കാൻ നിൽക്കരുത് മക്കളെ, വരയ്ക്കരുത്. വരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വേർഡൊക്കെ ഷെയർ ചെയ്യും, എന്തും ആയിക്കോട്ടെ. നിങ്ങൾ ഒരു 4 വര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിന് അത് എത്ര കംഫർട്ടബിൾ ആയിരിക്കും അതിൽ എഴുതാനും അല്ലെങ്കിൽ അതിൽ പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ. നിങ്ങൾ അത് മോസ്റ്റ് ഓഫ് യു പീപ്പിൾ ആർ അറ്റൻഡിങ് ദ ക്ലാസ് ഓൺ മൊബൈൽസ്. സോ മൊബൈൽ സ്ക്രീൻ ഇസ് ഓൺലി ദിസ് മച്ച്, നോട്ട് ബിഗ് ആസ് എ കമ്പ്യൂട്ടർ സ്ക്രീൻ. Only few students are having laptop or computers. Others are attending the class in the mobile. And in that mobile, when teacher is sharing the screen, you can see a short part only. And in that, if you have drawn, means how other students will understand. ആ ഇച്ചിരി ഭാഗത്ത് നിങ്ങൾക്ക് ആ മൊബൈൽ അത്രയും ഭാഗമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിനകത്ത് പിന്നെ വരച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മനസ്സിലാവും മക്കളെ? ഇതിനി ഒരു ടീച്ചറിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കാനിടയാക്കരുത് കേട്ടോ. യു ഷുഡ് നോട്ട് ഡ്രോ അറ്റ് ഓൾ. ഓക്കെ, leave it. Next, saving. Now you understood how to save. Save ചെയ്യുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായില്ല? ഇനി ആർക്കെങ്കിലും മനസ്സിലാകാനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കെ. ടീച്ചർ once again I will explain. If you did not understand how to save, മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്. ഫാത്തിമയ്ക്ക് മനസ്സിലായില്ലെന്നാണ് പറഞ്ഞേ? She has raised her hand. Understood? Okay, once again I will tell. First we have to type.
then go to the file. No, in Word and all. No, then go to file. Click there. There are some options. There is an option called save. Click on there. Then they will ask the file name. And already there will be a name. Computer will give a name in the first line that we have typed. നമ്മൾ എന്താണ് first type ചെയ്തേക്കുന്നത് അത് തന്നെ ഒരു name ആയിട്ട് വരും. If you want to save that document in that name, we can click on save. But if you want to change that name, we have to click on that file name and we can add our new name. നമുക്ക് പുതിയ പേര് അവിടെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ. എന്നിട്ട് നമ്മൾ താഴെ there will be an option save. അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഇതിന്റെ നെയിം തന്നെ മാറിക്കഴിയും. പിന്നെ ആഫ്റ്റർ വേഴ്സ് if you want to open that file, means maybe after shutting down the computer or after few days or few months or whenever we want to open that document, just go to file and click there, and there is an option again, another option. ഒന്ന് mute ചെയ്ത് വെച്ചിട്ടേ. ഞാൻ എവിടുന്ന് പാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. All of you mute and keep. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്ക. പ്ലീസ് മ്യൂട്ട് all of you. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിലും വീട്ടിൽ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് ക്ലാസ് ഇങ്ങോട്ട് റെക്കോർഡിംഗ് ആകണ്ട, നിങ്ങളുടെ സൗണ്ട് വീട്ടിൽ തന്നെ ആയിട്ടാ മതി കുഞ്ഞുങ്ങളുടെ. ബിജുവിന് എന്താ പറ്റിയേ? വെയിറ്റ്. ഓക്കെ ഐ ഹാവ് മ്യൂട്ടഡ്. അപ്പൊ പ്രശ്നം തീരും. എന്ന് വെച്ചാൽ സെബ പിന്നെ എന്താ പറ്റിയേ? അൺമ്യൂട്ട് ആയി പോകുന്നേ. വീട്ടില് ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നറിയില്ല. പിന്നെ എന്താ പറയണ്ടേ, അവരൊക്കെ ചിലപ്പോൾ പാട്ടൊക്കെ പാടും അല്ലെങ്കിൽ അങ്ങനെ വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും സാധാരണ. അപ്പൊ അത് ആ വീട്ടിൽ തന്നെ സൗണ്ട് കേട്ടാൽ അത് ഇങ്ങോട്ട് വരുണ്ട. അതുകൊണ്ടാണ് നമുക്ക് റെക്കോർഡിങ്ങിലാകുമ്പോഴത്തേനും ബുദ്ധിമുട്ട് വരും. മറ്റു കുട്ടികൾക്ക് എല്ലാവർക്കും കൊണ്ട് ബുദ്ധിമുട്ട് വരികയല്ലേ, അതുകൊണ്ട്. ഓക്കെ, സാരമില്ല. അപ്പോൾ സേവ് ചെയ്യാൻ ഇവിടെ നോക്കിക്കേ, ചിത്രത്തിൽ തന്നിട്ടുണ്ട് ഫയല് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഓപ്പൺ സേവ് ആസ് പേജ് സെറ്റ് പ്രിന്റ് എക്സിറ്റ് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. സോ ക്ലിക്ക് ഓൺ സേവ്. ഓർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ ക്ലിക്ക് Ctrl+S. കൺട്രോൾ ആൻഡ് എസ്. നമ്മുടെ ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ Ctrl+S when we click it is saved. അപ്പൊ ഇതുപോലെ ഒന്ന് പേര് ചോദിക്കും. താഴെ കണ്ടോ നിങ്ങള്? ഫയൽ നെയിം ചോദിച്ചു, എൻ്റർ എ നെയിം ഫോർ യുവർ ഫയൽ. നമ്മളൊരു പേര് കൊടുത്തു. അതിനുശേഷം ഇവിടെ എന്താ പേര് കൊടുത്തേക്കുന്നത്? കമ്പ്യൂട്ടറിന് ഒരു പേര് കൊടുത്തു. എന്നിട്ട് സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ നൗ യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് പുതിയൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം എന്നറിയില്ല. നമ്മളുടെ മൗസ് ന്യൂ ഓപ്ഷൻ ഇൻ ദ ഫയൽ മെനു. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വൺ സെക്കൻഡ് ഐ വിൽ ഷോ. വൺ സെക്കൻഡ് ഇത്തവണ എൻ്റെ സ്ക്രീനില് വെയിറ്റ്. ഓക്കെ, സി നമ്മുടെ ഈ ഡോട്ട് ബ്ലാക്ക് കളർ ഡോട്ട് ഈ സ്ക്രീനിലുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിങ്ങളെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഒന്ന് ചെറുതാക്കി. പക്ഷെ ഐ ഹോപ്പ് യു ക്യാൻ സീ. കാണാൻ പറ്റും തോന്നുന്നു. ഇവിടെ ഫയലിൽ പോയി ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Fatima and all, can you see? Ebin, Biju, Seba, can you see that new here? Yes. If I click there, new blank blank document or new blog post. ഇപ്പൊ നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണെങ്കിൽ ഇങ്ങനെ എന്താ ഇവിടെ വന്നു. ഇതിപ്പോ സ്ക്രീൻ ചെറുതാക്കിയത് കൊണ്ടൊന്നും നടക്കില്ല. ഇപ്പൊ ഒരു പുതിയ ഒരെണ്ണം വന്നു, അതിന്റെ ഉള്ളിലാണ്, അതുകൊണ്ടാണ്. ഇല്ല, ഇതൊരെണ്ണം പുതിയത്.
പുതിയ ഒരെണ്ണം വന്നില്ലേ? ഓക്കെ. So first go and click on file. One new option is there. അതിൽ നിന്ന് അൽന അഗസ്റ്റിന് വരച്ചോ, നിന്റെ കൊതി തീരെ വരച്ചോ. ഇതിന് ശേഷം നിന്നെ ഞാൻ ക്ലാസ്സിലോട്ട് കയറ്റുന്നില്ല. ഇത്രയും നേരം ഞാൻ ഈ പറച്ചിലെല്ലാം പറഞ്ഞിട്ട് എന്ത് അൽനേനെ ഞാനൊന്ന് കാണട്ടെ. വേറെ അൽന ഇതല്ലേ അൽന? അല്ല, ഞാൻ ഇത്രയും സമയം എന്താ മോളെ പറഞ്ഞത്? വെയിറ്റ്, നീ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. പറഞ്ഞോ. കേൾക്കുന്നില്ലാത്തത് കൊണ്ടാണോ മോള് സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴേക്കും വരച്ചത്? കേൾക്കുന്നില്ലാത്തതുകൊണ്ട് വരയ്ക്കണോ? ഞാൻ എന്തായിരുന്നു ഇത്രയും സമയം ക്ലാസ്സിൽ പറഞ്ഞത്? വരയ്ക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നോ അല്ല? കാര്യം പറയുമ്പോ കേൾക്കൂല അല്ലേ? ഞാൻ അല്ലാന്ന് വിളിച്ചപ്പോഴേ കേട്ടായിരുന്നല്ലോ അല്ല. പോയാ ക്ലാസ്സിൽ നിന്നും പോയി. Okay. Seba, what are you writing, my dear? Seba is stuck. Okay. Next, exiting notepad. To exit notepad, click on the exit option. See, അതിൽ തന്നെ നോക്ക, താഴെ ഏറ്റവും താഴെ ഒരു എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ പേജ് നമ്പർ 33. ഫയല്, ന്യൂ, ഓപ്പൺ, സേവ് as അങ്ങനെ കുറെ ഓപ്ഷൻ ഇപ്പം കാണിച്ചില്ല, അതിന് താഴെ ഉണ്ടാവും. Did you see that exit option? നമ്മളിപ്പോ ഈ വേർഡ് ഒക്കെ ആണെങ്കിലും ക്ലോസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ഒരു റെഡ് മാർക്ക് ഉണ്ട്. ആ റെഡില് ഇൻഡ്യൂ മാർക്ക്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതർവൈസ് 1 മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. സി, ഇതിപ്പോ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുന്നു. അല്ല, ഇവിടെ ക്ലോസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓർ എക്സിറ്റ് വേർഡ്. അതുപോലെ നെറ്റ് പാഡ് അങ്ങനെയാണെങ്കിലും 2 options are. One, if you want, we can click here on close. Otherwise here exit means going out. ഇതിൽ നിന്നും പുറത്തു പോകുക എന്നാണ് അർത്ഥം. അതർവൈസ് ഇവിടെ സൈഡില് ഒരു റെഡ് മാർക്ക് യു ക്യാൻ സി, ഐ ഹോപ്പ്, ഇൻഡു മാർക്ക്, ഗുണന ചിഹ്നം പോലെ. എനിത്തിങ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കേ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 33 ലാസ്റ്റ് പിക്ചേഴ്സ് യു സി. ലാസ്റ്റ് പിക്ചർ ഫയല് ലാസ്റ്റ് 2 ഉള്ളതിൽ ആദ്യത്തെ പിക്ചർ നോക്കേ. ഫയല് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ന്യൂ വരും. ഇഫ് യു ക്ലിക്ക് ഓൺ ദാറ്റ് ന്യൂ, a new document will be opened. പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആണ്, ഞാൻ കാണിച്ചു തന്നാ. അതർവൈസ് രണ്ടാമത്തെ ഇതിൽ നമ്മൾ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എന്നുള്ളതിൽ ഓപ്പൺ എന്നുള്ളത് ഓപ്പൺ ആകും. അപ്പൊ അതിനകത്ത് നമ്മൾ ഏത് ഡോക്യുമെന്റ് ആണോ പ്രീവിയസ്ലി വി ഹാവ് ടൈപ്ഡ് ആൻഡ് സേവ്ഡ്, ദാറ്റ് സോ മെനി ഡോക്യുമെന്റ്സ് വിൽ ബി ദേർ. അതർവൈസ് ദേ വിൽ ആസ്ക് ഫയൽ നെയിം എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫയലിന്റെ പേര് അടിച്ചു കൊടുത്താൽ അത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 4th സ്റ്റാൻഡേർഡിന് അടിച്ചു കൊടുത്തു. നെക്സ്റ്റ് ടൈം വെൻ വി ഓപ്പൺ, നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഫയൽ നെയിം ചോദിക്കും. അപ്പൊ നമ്മൾ ഈ നെയിം കൊടുത്തു കഴിയുമ്പോൾ അതെന്താകും, ഓപ്പൺ ആയിക്കോളും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ഓപ്ഷൻ നോക്കിയ സേവ്. സേവ് ഓപ്ഷൻ എപ്പോഴാണ്? ഫസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താകും, പേര് ചോദിക്കും. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫയൽ ഡോക്യുമെന്റ് സേവ് ചെയ്ത് വെക്കേണ്ട നെയിം ചോദിക്കും. അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് താഴെ അത് കൊടുത്താൽ. ഇത് താഴെ ലാസ്റ്റ് നോക്കിയേ, എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ഏറ്റവും താഴത്തതാണ്. എക്സിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ദ ടെക്സ്റ്റ് അൺടൈറ്റിൽഡ് ഫയൽസ് ഹാസ് ചേഞ്ച്ഡ്, ഡു യു വാണ്ട് ടു സേവ് ദിസ് ചേഞ്ചസ്. അതായത് ഇഫ് യു ഹാവ് നോട്ട് സേവ്ഡ് ദാറ്റ്, next time when we open that, if you close it again we cannot open because all will be deleted. If you save that only, next time we can open it. And if you have not saved, they will ask, do you want to save it before closing?
ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡാറ്റ പിന്നെ കിട്ടുമോ? ഇല്ല, ഒരിക്കൽ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. സേവ് ചെയ്യാത്തതുകൊണ്ട്. സേവ് ചെയ്തത് വി ക്യാൻ ടേക്ക് ഇറ്റ് ബാക്ക്. ഓക്കെ, സോ ഇഫ് യു വാണ്ട് യെസ്, ക്ലിക്ക് ഓൺ യെസ്. If you click on yes, they will ask a file name and we can save it. If you don't want to know, file will be completely, document will be closed. പിന്നെ നമുക്ക് കിട്ടത്തേ ഇല്ല. ഇനി ക്യാൻസൽ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫയൽസ് ക്ലോസ് ചെയ്യുന്നത് ക്യാൻസൽ ആയി പോകും. പഴയ പോലെ തന്നെ അവിടെ കിടക്കും. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ എപ്പോൾ ക്ലോസ് ചെയ്യുന്ന സംഭവം പോകും, സേവ് ചെയ്തിട്ടില്ല എങ്കിൽ. ഓക്കെ, so this much you understood? നെക്സ്റ്റ് ഓപ്പണിംഗ് എ സേവ്ഡ് ഡോക്യുമെന്റ്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു. നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ചത് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചെന്നില്ലേ? ജസ്റ്റ് ഗോ ടു ഫയൽ, ക്ലിക്ക് ഓൺ ഓപ്പൺ ആൻഡ് ദേ വിൽ ആസ്ക് ദ ഫയൽ നെയിം, ടൈപ്പ് ദ ഫയൽ നെയിം ആൻഡ് ദെൻ വി ക്യാൻ ഓപ്പൺ ഇറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി റീസൈസിങ് എ വിൻഡോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബിക്കോസ് ടൈം ഈസ് ലെഫ്റ്റ്. സമയം തീർന്നു, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓ ഇല്ല, നമുക്ക് തീർക്കാവോ നോക്കാം. റീസൈസിങ് എ വിൻഡോ. നൗ ഫസ്റ്റ് സേ ഐ വിൽ ടേക്ക് വേർഡ് അഗൈൻ. See, now do you see anything on the screen? സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ? Okay, some documents are there. Okay, now how to resize it? I hope you can see here 3 buttons. First one is one minus mark and second one is this one and the next close button. 3 ബട്ടൺ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നിങ്ങളുടെ റീസൈസിങ് ബട്ടൺ. നിങ്ങൾ പേജ് നമ്പർ 35, ടേക്ക് പേജ് നമ്പർ 35. ടേക്ക് പേജ് നമ്പർ 35. ഫസ്റ്റ് പിക്ചർ ആദ്യത്തെ പിക്ചർ എടുക്കുക. ഈ സൈഡിൽ കാണാൻ പറ്റും. ആ പിക്ചറിന് മേളിൽ ഇങ്ങനെ 3 എണ്ണം മൈനസ്, പിന്നെ ഒരു സ്ക്വയർ പോലെ, നെക്സ്റ്റ് വൺ ഇൻറ്റു മാർക്ക്. ഓക്കെ, സോ ഇഫ് യു ക്ലിക്ക് ഓൺ ദാറ്റ് മൈനസ്, അതായത് ആ മൈനസ് എന്നുള്ള സിമ്പിൾ ഇല്ലേ ആദ്യത്തത്, അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വിൻഡോസ് വിൽ റീസ്റ്റോർ ഡൗൺ, താഴോട്ട് വരും, പിന്നെ കാണിയല്ല. പക്ഷെ രണ്ടാമത്തത് നമ്മൾ നടുക്കത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോസ് കുറച്ചുകൂടെ ചെറുതാകും, പക്ഷെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് തേർഡ് വൺ ഇൻറ്റു മാർക്ക്. ഇഫ് യു ക്ലിക്ക് ഓൺ ദാറ്റ് ഡോക്യുമെന്റ് വിൽ ബി ക്ലോസ്ഡ്. സോ ഫോർ എക്സാമ്പിൾ I will show. ഞാൻ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ല ഇത് ഫസ്റ്റ് വൺ റീസൈസിൽ ക്ലിക്ക് ചെയ്തു. സംഭവം നമ്മുടെ താഴെയുണ്ട്, പക്ഷെ നമുക്ക് എപ്പം വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, വൺസ് അഗൈൻ I will show. താഴോട്ട് പോലും. ഇനിയിപ്പോൾ സ്ക്രീൻ ക്രിസ്റ്റിക്കുട്ടാ എന്തെല്ലാം ചേഷ്ടകളാടാ കാണിക്കുന്നേ. ഈ കാണിക്കുന്ന എല്ലാം റെക്കോർഡാകുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ് ഒന്ന് എടുത്ത് നോക്കൂ കേട്ടോ. അന്നേരം അറിയാം നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ഗോഷ്ടികളൊക്കെ എന്താണ്, മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന്. ഓക്കെ, സോ അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ ആ സ്മോൾ മൈനസ് മാർക്ക് ആയിട്ടുള്ള കാണുന്നില്ലേ, അത് ക്ലോസ് ചെയ്ത ക്ലോസ് ആക്കുന്നില്ല, താഴെ നമുക്ക് റീസ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് വിൽ ബി റീസ്റ്റോർഡ് ഡൗൺ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ് ബട്ടൺ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ടൈം ഈസ് അപ്പ്. ഓക്കെ, ബൈ ബൈ.